NCP അധ്യക്ഷനും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത്. ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നതാണ്. അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായുണ്ട്. ശ്രീനാഥ്, ഈ വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാമോ? അനുജ, സാധാരണ അജിത് പവാറിനൊപ്പം സഞ്ചരിക്കുന്ന വിമാനത്തിൽ 4-5 പേരാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതിൽ ഈ നമ്പർ പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ അവൈലബിലിറ്റി ഒക്കെ വെച്ച് മാറാറുമുണ്ട്. സാധാരണ ഇത്ര പേരാണ് ഈ ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക. ഇന്നിപ്പോൾ രാവിലെ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കില്ല. മാത്രമല്ല, പവാർ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം കൂടി ഇനി വരേണ്ടതുണ്ട്. പക്ഷേ സർക്കാർ ഇതുവരെ എന്തെങ്കിലും ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു ഘട്ടമാണ്. യഥാർത്ഥത്തിൽ 1 മണിക്കൂർ സമയം ആവുന്നേ ഉള്ളൂ ഈ അപകടം നടന്നിട്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിമാനം പൂർണ്ണമായി തന്നെ കത്തിയമർത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു വാൽഭാഗം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. രാവിലെ ലാൻഡിങ്ങിനിടെ ബാരാമതിയിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തിലേക്ക്, അദ്ദേഹത്തിന്റെ വീടുള്ള അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് അദ്ദേഹം വരുമ്പോഴാണ് ബാരാമതി ലാൻഡിങ്ങിനിടെ വിമാനം തകർന്നു വീണത്. ഏതെങ്കിലും ഒരു വിമാനത്താവളമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഈ പൈലറ്റുമാരുടെ പരിശീലനം നൽകുന്ന വിവിധ അക്കാദമികളൊക്കെ ഉള്ള ഇടമാണ് ഈ ബാരാമതി എന്നത്. അവിടെ എയർ സ്ട്രിപ്പുകൾ പലതുമുണ്ട്. സ്വകാര്യ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ഇടത്ത് വിമാനം ഇന്നിപ്പോൾ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് അത് തകർന്നത് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അപകടം നടന്നതിന് തൊട്ടടുത്ത് ഒരു റൺവേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തുടക്കത്തിൽ നോക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് ലാൻഡിങ്ങിനിടെ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നം കാരണം പിന്നീട് പൈലറ്റ് ഇടിച്ചിറക്കാനുള്ള ശ്രമത്തിൽ ഒരു ചെങ്കുത്തായ ഇടത്തേക്ക് അത് വീണു എന്നതാണ് ആ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് വായിച്ചറിയാൻ വേണ്ടി കഴിയുന്നത്. വിമാനം പൂർണ്ണമായി കത്തിയമറുകയും ചെയ്തു. ഉടനെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നമ്മളോട് പറയുന്നുണ്ട്. അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരം കൂടി പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് എന്നതൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. ഏത് ആശുപത്രിയിലേക്കാണ് എന്നതില്ല. ഈ ബാരാമതിയിൽ നമ്മൾ നേരിട്ട് പലവട്ടം പോയതാണ്. അവിടെ പവാർ കുടുംബത്തിന്റെ ആശുപത്രി ഉണ്ട്. അവിടെ ആശുപത്രിയുടെ പ്രധാന നടത്തിപ്പുകാരെയൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അവരുമായി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. ആ ബാരാമതിയിലുള്ള അവരുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലേക്കാണോ കൊണ്ടുപോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിഞ്ഞേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ള കാര്യം. മാത്രമല്ല, ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ 4-5 പേർ സാധാരണ ഉണ്ടാവാറുള്ളതാണ്. ഇത്തവണ എത്ര പേരുണ്ടായിരുന്നു, അതിൽ എത്ര പേരെ ആശുപത്രിയിലേക്ക് ഏത് രീതിയിൽ എത്തിച്ചു എന്ന കാര്യത്തിലൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുള്ളത്. അജിത് പവാർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യം. എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ പ്രാഥമികമായ ഒരു നിഗമനമില്ല. മൂടൽമഞ്ഞും മറ്റുമൊക്കെ ഈ ബാരാമതി മേഖലയിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ തണുപ്പുള്ള സമയമാണ്. മൂടൽമഞ്ഞ് കാഴ്ചാപരിധി മറച്ചിരിക്കാനോ അല്ലെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും യന്ത്ര തകരാർ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിലെ ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുമുള്ളൂ. പക്ഷെ ഉണ്ടായത് ഒരു വലിയ ദുരന്തം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പവാർ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ടില്ല. രാഷ്ട്രീയ ജീവിതത്തിൽ പവാർ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2019 മുതലാണ് NCPയിലെ പിളർപ്പിന് ഒരു തുടക്കം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബാരാമതിയിൽ ഒരു റാലിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. എത്തുന്നതിന് 25 മിനിറ്റ് മുൻപ് അപകടമുണ്ടാവുകയായിരുന്നു. പോലീസും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ആ സംഭവം നടന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലാൻഡിങ്ങിനിടെ വയലിൽ ഇടിച്ച് ഇറങ്ങുകയായിരുന്നു. വിമാനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡൽഹിയിലേക്ക് കൂടി പോകുന്നു ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, ഡൽഹിയിൽ ഇപ്പോൾ ശരത് പവാറിന്റെ വസതിയിൽ സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. സുപ്രിയ സുലെ, സുനേത്ര പവാർ എന്നിവർ ബാരാമതിയിലേക്ക് ഉടൻ തന്നെ യാത്ര തിരിക്കും എന്ന വിശദാംശം പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, രാജ്യത്തെ ഞെട്ടിച്ച ഒരു അപകടമാണ് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ ഒരു സംഭവം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ അജിത് പവാറിന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി NCP നേതാവ് സുപ്രിയ സുലെ, ഒപ്പം തന്നെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ എന്നിവർ ഡൽഹിയിലാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ശരത് പവാറിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും
മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം ഈ വസതിയിലാണ് സുപ്രിയ സുലെ ഇപ്പോൾ ഉള്ളത്. അല്പസമയം മുമ്പ് അവർക്ക് ഔദ്യോഗികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം, ഈ അപകടം സംബന്ധിച്ചുള്ള വിവരം നൽകിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ സുപ്രിയ സുലെ ഒപ്പം തന്നെ സുനേത്ര പവാർ എന്നിവർ ബാരാമതിയിലേക്ക് പുറപ്പെടും. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ ഓഫീസ് ജീവനക്കാർ, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ശരത് പവാറിന്റെ വസതിയിൽ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ ഞെട്ടിച്ച ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.